വെൽക്കം ടു കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനൽ. കോഓപ്പറേഷൻ എഹെഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പറയാനുള്ളത്, ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത ഇന്റർവ്യൂവിന്റെ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതായത്, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ ഒരു നല്ല ബാങ്ക് എങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യാം, അതുകൂടാതെ NOC കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുകൂടാതെ ഒരു ബാങ്കിൽ നിന്നും റിസൈൻ ചെയ്ത് വേറെ ബാങ്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ട്. നിങ്ങൾ അത് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായി തീരും. അതിലെ ഓരോ കാര്യങ്ങളും അറിയാതെ NOC കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ബാങ്കിൽ ജോയിൻ ചെയ്യുകയോ ചെയ്താൽ അത് നാളെ നിങ്ങൾക്ക് വലിയ നഷ്ടമായി തീരും. അതുകൊണ്ട് അവസാനം അപ്ലോഡ് ചെയ്ത ഇന്റർവ്യൂവിന്റെ വീഡിയോ മുഴുവനായും അല്പം സ്പീഡ് കൂട്ടിയാണെങ്കിലും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്റർവ്യൂ ബോർഡിൽ ഉള്ള ആളുകൾ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരമായി യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറയാൻ വേണ്ടി പാടില്ല. അതിന്റെ വിശദീകരണം കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അവിടെ നിന്നും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നിങ്ങൾ യെസ് ഓർ നോ എന്ന് മാത്രം പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ല അവർ അവിടെ ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഓരോരുത്തരും ഇതിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല. നിങ്ങളുടേതായ കാഴ്ചപ്പാടോടുകൂടി അവതരിപ്പിക്കുക. കൂടാതെ ഇതിന്റെ കൂടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോഓപ്പറേറ്റീവ് ബാങ്ക് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഇവിടെ പല വിഭാഗമായി തിരിച്ചാണ് നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. എല്ലാ വീഡിയോയും നിർബന്ധമായി കാണുക. ഓരോ വീഡിയോയ്ക്കും താഴെ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തുക. ആ ചോദ്യത്തിന് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തെ വിഭാഗം പേഴ്സണൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതുകൂടാതെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, കൂടാതെ നിങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാ വീഡിയോയും നിങ്ങൾ നിർബന്ധമായും കാണുക. എല്ലാ വീഡിയോയും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നും ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും എങ്ങനെ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കാം എന്നുള്ളതും നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ബയോഡാറ്റ തയ്യാറാക്കി വെക്കേണ്ടതാണ്. കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ബയോഡാറ്റ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്നാൽ ചില ബാങ്കുകളിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ തരുന്ന പേപ്പറിൽ എഴുതി കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. അതായത്, ബാങ്ക് തരുന്ന ഒരു പേപ്പറിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യം വരാം. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ തരുന്ന പേപ്പറിൽ എഴുതി കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ബയോഡാറ്റ, അതായത് നിങ്ങളുടെ മാർക്ക് ശതമാനം അടക്കമുള്ള ഒരു പ്രൊഫഷണൽ ബയോഡാറ്റ എന്ത് ചെയ്യണം, നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. നമ്മൾ തയ്യാറാക്കി കൊണ്ടുപോകുന്ന ബയോഡാറ്റ പൊതുവെ ബാങ്കുകൾ സ്വീകരിക്കാറില്ല. അവർ അവരുടേതായ രീതിയിലുള്ള ഒരു പേപ്പറിലാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എഴുതി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബയോഡാറ്റ നമ്മൾ തയ്യാറാക്കി കൊണ്ടുപോകുന്നില്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി വളരെയധികം സമയം ചെലവാകും. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളുടെ SSLC മുതൽ ഡിഗ്രി വരെ അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടെങ്കിൽ ഓരോ കോഴ്സും എപ്പോഴാണ് പാസ്സായത്, എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബയോഡാറ്റയിൽ തയ്യാറാക്കേണ്ടതാണ്. കാരണം നാളെ ബാങ്ക് തരുന്ന പേപ്പറിൽ ഇതൊക്കെ പെട്ടെന്ന് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് എഴുതി കൊടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഓരോ സർട്ടിഫിക്കറ്റ് നോക്കി മാർക്ക് പെർസെൻറ്റേജ് ഒക്കെ നോക്കി ബാങ്കിൽ ഇരുന്നു കൊണ്ട് ബാങ്ക് തന്ന പേപ്പർ എഴുതി കൊടുക്കുമ്പോൾ ഒരുപാട് സമയം ചെലവാകും. എന്തെങ്കിലും കാര്യങ്ങൾ ഫിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബാങ്ക് അത് പ്രത്യേകം ചോദിക്കും. ഞാൻ
ഇന്റർവ്യൂവിന് പോയ 5-6 ബാങ്കുകളിൽ ഇങ്ങനെ ബാങ്ക് തരുന്ന പേപ്പർ എഴുതി കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ബയോഡാറ്റ അനുസരിച്ചുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇംഗ്ലീഷിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി പഠിക്കേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടത് എന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ പേര് പറയുക. അതിനുശേഷം ഐ ആം കം ഫ്രം അല്ലെങ്കിൽ ഐ ആം ഫ്രം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്ഥലപ്പേര് പറയുക. അതിനുശേഷം വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പറയുക. വീട്ടിലെ എല്ലാ അംഗങ്ങളെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് അവർ ജോലി ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ ആ കാര്യം പറയുക. അത് കഴിഞ്ഞ് നിങ്ങൾ നിലവിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് എന്താണ് എന്ന് പറയുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹോബീസ് എന്തൊക്കെയാണ് എന്ന് പറയുക. ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ സ്വയം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കൂടാതെ ഇംഗ്ലീഷിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി പഠിക്കേണ്ടതുണ്ട്. കാരണം അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്, സൂപ്പർ ഗ്രേഡ് ബാങ്ക്, ചില സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഒക്കെ ഇംഗ്ലീഷിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി ശ്രമിക്കുക. പല ഇന്റർവ്യൂ ബോർഡും ചിലപ്പോൾ അപ്രത്യക്ഷമായി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥ വരാറുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്നാണ് SSLC പാസ്സായത്, എന്നാണ് +2 പാസ്സായത്, എപ്പോഴാണ് ഡിഗ്രി പാസ്സായത്, അതിനുശേഷം എന്തുകൊണ്ടാണ് മറ്റ് ജോലികൾ ഒന്നും ചെയ്യാതിരുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. ഞാൻ മുമ്പ് ഇന്റർവ്യൂവിന് പോയ സമയത്ത് ഒരു ഉദ്യോഗാർത്ഥിയോട് അവരുടെ SSLC ബുക്കിലെ രജിസ്റ്റർ നമ്പർ എത്രയാണ് എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. സാധാരണ SSLC ബുക്കിലെ രജിസ്റ്റർ നമ്പറിന് അത്ര പ്രാധാന്യം ഒന്നുമില്ല. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ട്. അതായത് ഒരുപാട് വലിയ വലിയ ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാൻ ഉണ്ട്. എന്നാൽ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചോദ്യം ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ, അതായത് നിങ്ങൾ ജോലി ചെയ്ത മേഖലയുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പഠിച്ച കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും ഓരോ മേഖലയിലാണ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം ആലോചിച്ചിട്ട് ആ സമയത്ത് പറയേണ്ടതാണ്. നമുക്ക് ഇനി ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളെ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണ്? ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും സ്ട്രെങ്ത് ഒരുപാട് ഉണ്ടാകും, പക്ഷേ വീക്ക്നെസ് വളരെ കുറച്ച് മാത്രമേ പറയാനുണ്ടാവൂ. ചിലർക്ക് വീക്ക്നെസ് ഒന്നും പറയാനുണ്ടാവില്ല. അവർക്ക് വീക്ക്നെസ് ഉണ്ടെങ്കിലും അവർ അത് പറയാൻ വേണ്ടി മടി കാണിക്കും. അല്ലെങ്കിൽ എത്ര ആലോചിച്ചു കഴിഞ്ഞാലും ഒരു വീക്ക്നെസ്സും മനസ്സിൽ വരികയില്ല. പ്രത്യേകിച്ചും പെട്ടെന്ന് ഈ ഒരു ചോദ്യം ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, അല്ലേ? ഒരു വീക്ക്നെസ്സും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിൽ വീക്ക്നെസ് ഒന്നും വരുന്നില്ല എങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആദ്യം നമുക്ക് സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫാസ്റ്റ് ലേണർ, അതായത് വേഗത്തിൽ പഠിക്കുന്നയാളാണ് എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. പുതിയ പുതിയ വിവരങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിനും അതുപോലെ പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുന്നതിനും കോപ്പറേറ്റീവ് മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ അറിയുന്നതിനും വേണ്ടി വളരെയധികം താല്പര്യം എനിക്കുണ്ട് എന്ന് പറയാവുന്നതാണ്. അതുപോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ വളരെ പോസിറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. കൂടാതെ ജോലി സാഹചര്യവുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ എനിക്ക് സാധിക്കും എന്ന രീതിയിലും പറയാവുന്നതാണ്. സോഫ്റ്റ്വെയർ നോളജ്, സാങ്കേതിക വൈദഗ്ധ്യം. സോഫ്റ്റ്വെയർ നോളജ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ്
സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് പഠിച്ച വ്യക്തികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ പറയാവുന്നതാണ്. ഒരുപാട് സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ പറയാവുന്നതാണ്. ഇവിടുത്തെ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യാതായി കഴിഞ്ഞാൽ എനിക്കത് ശരിയാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള നോളജ് ഉണ്ടെങ്കിൽ പറയാം. അടുത്ത സ്ട്രെങ്ത്താണ് പ്രോബ്ലം സോൾവിങ്. പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവ് ഉണ്ട് എന്ന്. വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാനും സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കുവാനും പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ഒക്കെ എനിക്ക് കഴിയും എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്ത പോയിന്റ് ആശയവിനിമയവും കൂടാതെ ടീം വർക്കുകളും. കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒക്കെ എനിക്ക് സാധിക്കും. എൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് എനിക്ക് എപ്പോഴും സന്തോഷമുണ്ട് എന്നും ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനപ്പുറം നിങ്ങൾക്ക് ഒരു ടീം ലീഡർ ആയി വർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും എനിക്ക് കഴിവുണ്ടെന്ന് പറയാവുന്നതാണ്. ജോലിയുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി സാധിക്കും. പുതിയ സാങ്കേതികവിദ്യയും അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന നിയമവും ഒക്കെ വേഗത്തിൽ പഠിച്ചെടുക്കുവാനും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും കഴിയുമെന്ന് പറയാവുന്നതാണ്. ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സ്ട്രെങ്ത് ആയി പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ ഭാഷയിൽ ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ അവതരിപ്പിക്കാവുന്നതാണ്. നമുക്കിനി എന്തൊക്കെയാണ് വീക്ക്നെസ് എന്ന് നോക്കാം. പലർക്കും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും. എന്നാൽ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. നിങ്ങൾക്ക് ബലഹീനതകൾ ഒന്നുമില്ല എന്ന് പറയുന്നത് അഹങ്കാരം കുറച്ചൊക്കെ ഉള്ളത് കൊണ്ട് തോന്നുന്നതാണ്. നമ്മുടെ വീക്ക്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിലും മറ്റുള്ളവർക്ക് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒന്നാണ്. നിങ്ങൾക്ക് താഴെ പറയുന്ന വീക്ക്നെസ് ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, സഹായം ചോദിക്കാൻ മടിയാണ്. അതായത് പ്രശ്നങ്ങൾ സ്വന്തമായി പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ശരിയായ സമയത്ത് സഹായം ചോദിക്കാത്തത് ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. എനിക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ സഹായം ചോദിക്കുന്നത് എനിക്ക് പൊതുവെ മടിയാണ് എന്നും മറ്റുള്ളവർക്ക് സഹായം കൊടുക്കാൻ ആണ് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് എന്നും അതുപോലെ ആരെങ്കിലും എനിക്ക് വർക്ക് തന്നു കഴിഞ്ഞാൽ നോ എന്ന് പറയാനും എനിക്ക് മടിയാണ്. അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ ഞാൻ ചെയ്യുന്ന വർക്ക് ഡിലേ ആകുവാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നും പറയാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം മാനേജ് ചെയ്യാറുണ്ട് എന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മടിയാണ് എന്ന് പറയാം. അതായത് ഞാൻ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും മടി കാണിക്കാറുണ്ട്. സാധാരണയായി സംശയം തോന്നുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. എന്നാൽ എനിക്ക് സ്വയം കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് പലപ്പോഴും ചില വർക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ലേറ്റ് ആവാറുണ്ട് എന്ന് പറയാം. അതുപോലെ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് ആയതുകൊണ്ട് ടെൻഷൻ ഉള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതായത് ആദ്യമായിട്ട് പുതിയൊരു ജോലി ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ട്രെയിനിങ്ങും അതുപോലെ നിർദ്ദേശങ്ങളും തരാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ചില സമയങ്ങളിൽ അനാവശ്യമായി ടെൻഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുമൂലം ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തെറ്റുകൾ ഒക്കെ വരാം എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. അടുത്ത പോയിന്റാണ് മൾട്ടി ടാസ്കിങ്. ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ വേണ്ടി എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് ആകാറുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്ത പോയിന്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ സംസാരിക്കാറ് എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതായത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ കാര്യവും മറ്റുള്ള ആൾക്കാരുമായി ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഓപ്പൺ ആയി സംസാരിച്ച് കുറച്ച് കഴിഞ്ഞാണ് എനിക്ക് ഞാൻ സംസാരിച്ചത് വളരെ അധികമായി പോയി എന്നുള്ള ഒരു കുറ്റബോധമൊക്കെ എനിക്ക് പിന്നീട് തോന്നാറുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്ത പോയിന്റായി പറയാവുന്നത് സോഫ്റ്റ്വെയർ നോളജ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ നോളജിൽ കുറവുണ്ട് എന്ന രീതിയിൽ പറയാവുന്നതാണ്.
അതായത് കൃത്യമായ രീതിയിൽ ട്രെയിനിങ്ങും അതുപോലെ നിർദ്ദേശങ്ങളും തരാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ മേഖലയിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്ത വീക്ക്നെസ്സായി പറയാവുന്ന ഒരു കാര്യമാണ് പൊതുപ്രസംഗം. അതായത് ചെറിയ ഗ്രൂപ്പുകളായി സംസാരിക്കുവാനോ അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടത്തിന് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അടുത്ത വീക്ക്നെസ്സായി പറയാവുന്ന ഒരു കാര്യമാണ് പെർഫെക്ഷൻ. സാധാരണ പെർഫെക്ഷൻ നമ്മളൊരു സ്ട്രെങ്ത് ആയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ പെർഫെക്ഷൻ നമുക്കൊരു വീക്ക്നെസ്സായി പറയാവുന്നതാണ്. അതായത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ചില വർക്കുകൾ ചെയ്തു തീർക്കാൻ വേണ്ടി കുറച്ചധികം സമയം എടുക്കാറുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്ത വീക്ക്നെസ്സായി പറയാവുന്നത് ടൈം മാനേജ്മെന്റ്. അതായത് കുറേയധികം വർക്കുകൾ ഒരുമിച്ച് തരുമ്പോൾ സമയം മാനേജ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ നിങ്ങൾ ബാങ്കിങ് മേഖലയിൽ അല്ലാത്ത വിഷയമാണ് പഠിച്ചത് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം പറയാവുന്നതാണ്. ഞാൻ പഠിച്ച മേഖലയിൽ നിന്നും വളരെ വ്യത്യാസമുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കുറച്ചു നാളത്തേക്ക് ഉണ്ടാവും എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ പറയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പതുക്കെ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പതുക്കെ മാത്രമേ സംസാരിക്കാറുള്ളൂ. അതായത് ഒച്ചത്തിൽ സംസാരിക്കുമെങ്കിലും ഞാൻ സാവധാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. ചിലർക്ക് വേണമെങ്കിൽ എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി പറ്റാറില്ല എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. അതുപോലെ എൻ്റെ കൈയക്ഷരം കുറച്ച് മോശമാണ് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ വീക്ക്നെസ്സിൻ്റെ കൂടെ കൂട്ടാവുന്നതാണ്. ഇവിടെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഓരോരുത്തരും അനുയോജ്യമായ കാരണങ്ങൾ നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. നിങ്ങളുടേതായ കാഴ്ചപ്പാടിൽ ഓരോ കാര്യവും അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ഒരു ട്രിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരേ വ്യക്തിക്ക് തന്നെ മുഴുവനായും പറയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും അനുയോജ്യമായ കാരണങ്ങൾ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡ് മുമ്പാകെ അവതരിപ്പിക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അതായത് എക്സ്പീരിയൻസ് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ ലോണിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു, അതെനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടി എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. കാരണം മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിൽ സിബിൽ സ്കോർ ഒക്കെ നോക്കിയാണ് എന്ത് ചെയ്യുന്നത്, ലോൺ കൊടുക്കുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് ബാങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോൺ ലഭിക്കും. വളരെ കുറച്ച് ഡോക്യുമെന്റ് മാത്രമേ ഇതിനു വേണ്ടി ആവശ്യമുള്ളൂ. ആരെങ്കിലും അങ്ങനെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം പറയാവുന്നതാണ്. മറ്റൊരു കാര്യം, കോപ്പറേറ്റീവ് ബാങ്കിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ തന്നെ എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്ത് നമുക്ക് തരാറുണ്ട് എന്നും, എന്നാൽ നാഷണലൈസ്ഡ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഫോറങ്ങളും ഫിൽ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് എന്നും ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക് കുറച്ചുകൂടി സഹകരണ മനോഭാവം കാണിക്കാറുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്തത് പറയാൻ വേണ്ടി സാധിക്കുന്നത്, കോപ്പറേറ്റീവ് ബാങ്ക് ഓൾമോസ്റ്റ് നാട്ടിൻപുറങ്ങളിലാണ് ഉള്ളത്. അതായത് ഗ്രാമീണ പ്രദേശങ്ങളിലാണ് ഉള്ളത്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പെട്ടെന്ന് പോവുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ആ രീതിയിൽ, അതായത് നാട്ടിൻപുറങ്ങളിൽ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പ്രായമുള്ള ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ബാങ്കിങ് സംവിധാനമാണ് കോപ്പറേറ്റീവ് ബാങ്ക്. വലിയ വലിയ ബാങ്കുകൾ ഒരിക്കലും നാട്ടിൻപുറത്ത് ബ്രാഞ്ചുകൾ തുടങ്ങാറില്ല. നാഷണലൈസ്ഡ് ബാങ്കുകൾ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നത് പ്രധാനമായും ടൗൺ ഏരിയകളിലാണ്. എന്നാൽ കോപ്പറേറ്റീവ് ബാങ്ക് നാട്ടിൻപുറത്തുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത്തരം ബാങ്കുകൾ ഉള്ളത്. അതുകൊണ്ട് സാധാരണക്കാരന് വളരെ പെട്ടെന്ന് ഇടപാടുകൾ നടത്താൻ വേണ്ടി സാധിക്കും. ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് സന്ദർഭത്തിനനുസരിച്ച് പറയാവുന്നതാണ്. കൂടാതെ ഈവനിങ് ബ്രാഞ്ച് ഒക്കെ ഉള്ളത് കൊണ്ട് രാത്രി കാലങ്ങളിൽ പെട്ടെന്ന്
പൈസക്ക് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഇത്തരം ഇത്തരം കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ നിന്നും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. സാധാരണയായി 8 മണി വരെയൊക്കെ ഇത്തരം കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ മറ്റു ബാങ്കുകൾ 4 മണി ആകുമ്പോൾ തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കും. അതുകൊണ്ട് സാധാരണക്കാരന് പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഗോൾഡൊക്കെ പെട്ടെന്ന് പണയം വെക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇത്തരം ബാങ്കുകളിൽ സാധിക്കാറില്ല. എന്നാൽ നാട്ടിൻപുറങ്ങളിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒക്കെ ഈവനിംഗ് ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. അതുപോലെ മെമ്പേഴ്സിന് മരണാന്തര ചടങ്ങായി 2500 രൂപ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ സർക്കാരിന്റെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ സഹകരണ ബാങ്കുകൾ വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ റിസ്ക് ഫണ്ട് സ്കീം, അതായത് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന എല്ലാവർക്കും സഹകരണ റിസ്ക് ഫണ്ടിൽ അംഗത്വം ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ വായ്പാ കാലാവധിയിൽ അംഗം മരിച്ചാൽ അല്ലെങ്കിൽ മാരകമായ അസുഖം വന്നാൽ ഓരോ വായ്പയ്ക്കും 3 ലക്ഷം രൂപ വരെ നമ്മൾ തിരിച്ചടക്കേണ്ടതില്ല. ഇങ്ങനെ പരമാവധി 6 ലക്ഷം രൂപ വരെ റിസ്ക് ഫണ്ടിൽ നിന്നും അനുവദിക്കും. ആർക്കെങ്കിലും ഇത്തരം സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആർക്കെങ്കിലും ചിലപ്പോൾ ചില കോപ്പറേറ്റീവ് ബാങ്കുകളിൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പരമാവധി ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അനുയോജ്യമായ അനുഭവങ്ങൾ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നാഷണലൈസ്ഡ് ബാങ്കിൽ പോകാതെ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യാൻ എന്തിനാണ് തീരുമാനമെടുത്തത്? ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരമായി പറയാവുന്നതാണ്. ഓരോരുത്തർക്കും അനുയോജ്യമായ കാരണങ്ങൾ പറയുക. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവർ തന്ന എനർജിയും സപ്പോർട്ടും ഒക്കെയാണ് ഞാൻ ഈ മേഖലയിൽ കടന്നു വരാൻ വേണ്ടി എന്നെ സഹായിച്ചത് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അത് മാത്രമല്ല, സഹകരണ മേഖല കൈവെക്കാത്ത ഒരു മേഖലയും ഇപ്പോൾ ഇല്ല എന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ആ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂവിന് പോകുന്ന ബാങ്ക് വീടിന് അടുത്താണെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ദൂരെ വർക്ക് ചെയ്യാനുള്ള താല്പര്യമില്ലായ്മയും പറയാം. ദൂരെ വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൂരെയുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി പാടില്ല. കാരണം ദൂരെയുള്ള ബാങ്കിൽ ആണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ദൂരെ വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ജോലി ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ഏത് ജില്ലയിലും ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ പറയണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇവിടെ നിന്നും മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ മറ്റു ബാങ്കുകളിലേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുമോ എന്ന് പല ബാങ്കും ചോദിക്കാറുണ്ട്. നിങ്ങൾ അപ്പോൾ ഈ ബാങ്കിലാണ് കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നിയത് കൊണ്ട് എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം എന്ന രീതിയിൽ നിങ്ങൾ പറയണം. കാരണം ഓരോ ചോദ്യവും ചോദിക്കുമ്പോഴും അതിന് അനുബന്ധമായി മറ്റൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ച ചോദ്യത്തിന് നേരെ വിപരീതമായാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് ഏറ്റവും പിറകോട്ട് പോകും. അതുകൊണ്ട് ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുമ്പോഴും നിങ്ങൾ കൃത്യമായി ആലോചിച്ച് മറുപടി പറയുക. നിങ്ങൾക്ക് പറയാവുന്ന മറ്റ് ഉത്തരങ്ങളാണ്, അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ അപേക്ഷ കൊടുക്കുവാനുള്ള പ്രായപരിധി കഴിഞ്ഞതുകൊണ്ടും, അത് കൂടാതെ തന്നെ ഒരു തവണ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മറ്റുള്ള നാഷണലൈസ്ഡ് ബാങ്കിനേക്കാൾ എളുപ്പത്തിൽ പരീക്ഷ എഴുതി പാസ്സാകാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് ഈ മേഖലയിൽ കടന്നു വരാൻ വേണ്ടി ശ്രമിച്ചു എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. കൂടാതെ നാട്ടിൽ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം വന്നു കഴിയുമ്പോൾ ആ നാട്ടിൽ ഉള്ള ആളുകൾക്കാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത് തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ ബാങ്കിൽ ജോലി തന്നാൽ ഇവിടെ തന്നെ നിൽക്കുമോ എന്ന് പല ബാങ്കും ചോദിക്കാറുണ്ട്. നമുക്കതിന്റെ ഉത്തരം എങ്ങനെ പറയും എന്ന് നോക്കാം. പലപ്പോഴും
ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതെ എന്നാണ് പറയുക. നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്യാമസ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ബാങ്കിന്റെ ഡാറ്റ മാക്സിമം കളക്ട് ചെയ്യുക. അതിനുശേഷം അതിനുശേഷം നിങ്ങൾ പറയണം, ബാങ്കിന്റെ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ബാങ്കിൽ ഇന്റർവ്യൂവിന് വന്നത് എന്നും എനിക്ക് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നും പറയണം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം മറ്റുള്ള ഒരുപാട് ബാങ്കുകൾ ഉണ്ടല്ലോ, അവിടെയും നല്ല നല്ല ബാങ്കുകളിൽ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കാം. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള PSC ലിസ്റ്റുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിലോ ജോലി ഉറപ്പായിരിക്കും. പക്ഷെ നിങ്ങൾ ആ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല. മറിച്ച് ഈ ബാങ്കിൽ തന്നെ എനിക്ക് ജോലിക്ക് കയറണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പറയണം. അതിനായി ബാങ്കിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റ്, അതുപോലെ ടോട്ടൽ എത്ര ലോൺ കൊടുത്തു, അതുപോലെ ബാങ്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, അതുപോലെ ഇനി ബാങ്ക് ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും രീതിയിലുള്ള അവാർഡുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ പ്രശസ്തിയുള്ള ബാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ പറയാവുന്നതാണ്. അങ്ങനെ എല്ലാ ബാങ്കിന്റെയും ഒരു താരതമ്യ പഠനം നിങ്ങൾ നടത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ക്യാമസ് വെബ്സൈറ്റ് പരിശോധിക്കണം എന്ന് പറയുന്നത്. അതിനുശേഷം ആണ് എനിക്ക് ഈ ബാങ്കിൽ നിൽക്കാൻ ആണ് താല്പര്യം ഉള്ളത് എന്ന് പറയേണ്ടത്. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പറയാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. എനിക്ക് ഏത് ജില്ലയിൽ ആയാലും വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലസ് പോയിന്റ് ലഭിക്കും. അത് മാത്രമല്ല, ഞാൻ വളരെ കുറച്ച് ബാങ്കുകളുടെ ലിസ്റ്റിൽ മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾ വളരെ കുറച്ച് ബാങ്കുകളുടെ ലിസ്റ്റിൽ ആണ് ഉള്ളത് എങ്കിൽ മാത്രം ആ ഒരു കാര്യം പറയുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ ആണ് ഇഷ്ടം എന്നും വേറെ ബാങ്കിൽ പോകാൻ താല്പര്യമില്ല എന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ക്യാമ്പസ് സൈറ്റ് നോക്കി ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സന്ദർഭത്തിന് അനുസരിച്ച് ഓരോരുത്തരുടെയും സാഹചര്യത്തിന് അനുസരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുക. അടുത്ത ചോദ്യം, ഈ ബാങ്കിൽ ജോലി തന്നാൽ നിങ്ങൾക്ക് ബാങ്കിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്, ഒരു ബാങ്ക് എന്നത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ഥാപനം മാത്രമല്ല, അത് ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ഒരു ബാങ്ക് ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ ജോലിയുടെ ഓരോ നിമിഷവും ബാങ്കിന്റെ വളർച്ചയും വിശ്വാസ്യതയും വളരെയധികം സ്വാധീനിക്കുന്നു. നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് എന്തൊക്കെ ഉത്തരങ്ങൾ പറയാൻ വേണ്ടി പറ്റും എന്ന് നോക്കാം. ഒന്നാമത് നിങ്ങൾക്ക് പറയാവുന്നത്, ഞാൻ മികച്ച ഉപഭോക്തൃ സേവനം കൊടുക്കും എന്ന് പറയാം. അതായത് ബാങ്കിൽ എത്തുന്ന കസ്റ്റമർക്ക് ഏറ്റവും മികച്ച സേവനം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. കസ്റ്റമറുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും കൃത്യമായ വിവരങ്ങൾ നൽകുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ ബാങ്കിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ പ്രായമായ ആളുകൾക്ക് അവർ വരികയാണെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എഴുതി കൊടുത്തും, അതുപോലെ ബാങ്ക് നിൽക്കുന്ന ബിൽഡിങ്ങിൽ ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ഫ്ലോറിൽ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും പ്രായമായ ആളുകൾക്ക് സ്റ്റെപ്പ് കയറാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അത്തരം ആളുകൾ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ താഴെ വന്നു എന്ന് അറിഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഒപ്പ് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് പറയാവുന്നത്, സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുക. ബാങ്കിന്റെ ബിസിനസ് ലക്ഷ്യങ്ങളായ പുതിയ അക്കൗണ്ടുകൾ തുറക്കുക, വായ്പ നൽകുക, ബാങ്കിന്റെ മറ്റ് പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി സഹായിക്കുക എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തത്, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കാം. അതായത് ജോലികൾ വേഗത്തിലും കൃത്യതയോടെയും ചെയ്യുന്നതിലൂടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് മറ്റ് വിദ്യാഭ്യാസ യോഗ്യത ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കും എന്ന രീതിയിൽ അവിടെ നിന്നും സംസാരിക്കാവുന്നതാണ്. അതുപോലെ പറയാവുന്ന ഒരു കാര്യമാണ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുക എന്നുള്ളത്. അതായത് കോർപ്പറേറ്റ് മേഖലയിലെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് ബാങ്കിന്റെ വിശ്വാസ്യത നിലനിർത്താൻ അത്യാവശ്യമാണ്. നമുക്കറിയാം, KCS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം ആ നിയമപ്രകാരം, അതുകൂടാതെ അതിന്മേൽ രൂപീകരിച്ച ചട്ടപ്രകാരവും, അതുകൂടാതെ ആ സ്ഥാപനത്തിന്റെ ബൈലോ പ്രകാരം ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. കൂടാതെ RBI, NABARD എന്നിവ ഇറക്കുന്ന നിർദ്ദേശം ഒക്കെ പാലിക്കേണ്ടതുണ്ട് എന്നും പറയാവുന്നതാണ്.
അടുത്തത് പറയാവുന്നത് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് പറയാം. അതായത് ഞാൻ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ ബാങ്കിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ പുതിയ ആശയങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കും എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എത്രമാത്രം ഡെപ്പോസിറ്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും? പലർക്കും ഇതിനെക്കുറിച്ച് പല അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ പറയുന്ന ഉത്തരം എന്തായിരിക്കും? എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഡെപ്പോസിറ്റ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറയും. അല്ലെങ്കിൽ പലരും ചിരിച്ചുകൊണ്ട് ഞാൻ പരമാവധി ഡെപ്പോസിറ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറയും. നിങ്ങൾ ചിരിച്ചുകൊണ്ട് അതിന്റെ ഉത്തരം പറയുമ്പോൾ തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് ഡെപ്പോസിറ്റ് ഒന്നും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഗൗരവത്തോടു കൂടി എനിക്ക് ഒരുപാട് ഡെപ്പോസിറ്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്ന് പറയാം. അതിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നു. മറ്റുള്ള ബാങ്കുകളെക്കാൾ കൂടുതൽ പലിശ, അതായത് നാഷണലൈസ്ഡ് ബാങ്കും അതുപോലെ പ്രൈവറ്റ് ബാങ്കുകളെക്കാൾ കൂടുതൽ പലിശയാണ് ഡെപ്പോസിറ്റിന്മേൽ ഇവിടെ ഓരോ കസ്റ്റമറിനും കൊടുക്കുന്നത് എന്നും കൂടാതെ മറ്റുള്ള വലിയ ചാർജസ് ഒന്നും ഇവിടെ ഇല്ല എന്നും പറയാം. നമുക്കറിയാം മറ്റുള്ള നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളിൽ 2.25% മുതലാണ് സേവിങ്സ് അക്കൗണ്ടിൽ പലിശ കൊടുക്കുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ 4% ആണ് പലിശ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ കൊടുക്കുന്ന സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് ബാങ്കാണ്. അതുപോലെ അത് മാത്രമല്ല മറ്റുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അപേക്ഷിച്ച് കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ട്. അതായത് ഡെപ്പോസിറ്റിന് 5 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്. ഇത്തരം ഗ്യാരണ്ടി കൊടുക്കുന്നത് ജനങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും. പൊതുവെ നാട്ടിൻപുറത്തുള്ള ആളുകൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കിൽ ആണ്. കാരണം അവർക്ക് പെട്ടെന്ന് പൈസ ആവശ്യം വന്നു കഴിഞ്ഞാൽ ദൂരെ പോയി അത് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ മുതിർന്ന ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിനെ മാക്സിമം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് എനിക്ക് കൂടുതൽ ഡെപ്പോസിറ്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്ന് പറയാം. ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ സമയത്ത് ഡെപ്പോസിറ്റിന് ഒരുപാട് പലിശ അധികമായിരിക്കും. ആ സമയത്ത് നിലവിലെ കസ്റ്റമേഴ്സിൽ നിന്നും കൂടുതൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. എല്ലാവർക്കും മുകളിൽ പറഞ്ഞ വിശദീകരണം മുഴുവനായും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ജോലി ചെയ്യാൻ എന്ത് അർഹത ആണ് ഉള്ളത്? ഇതിന്റെ ഉത്തരമായി നിങ്ങൾക്ക് പറയാവുന്നത് ഞാൻ വളരെയധികം ആഗ്രഹിച്ചതാണ് ഈ ഒരു ബാങ്കിൽ തന്നെ ജോലി ചെയ്യണം എന്നുള്ളത്. കൂടാതെ ബാങ്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ക്യാമിസ് എന്ന വെബ്സൈറ്റിൽ നിന്നും എടുത്ത് ആ കാര്യങ്ങൾ പറയുക. അതായത് ബാങ്ക് നല്ല രീതിയിൽ ആണ് പ്രവർത്തിക്കുന്നത് എന്നും ന്യൂസുകളിലും അതുപോലെ മറ്റ് അവാർഡുകൾ ഒക്കെ വാങ്ങിയതാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അത് കേട്ടപ്പോൾ തന്നെ ഇവിടെ കിട്ടിയാൽ മതി എന്ന രീതിയിൽ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ അപ്ലൈ ചെയ്തത് എന്നും ഇതിനു വേണ്ടിയാണ് ഞാൻ നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് നേടി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നും പറയുക. കൂടാതെ സഹകരണം ഒരു വിഷയമായാണ് ഞാൻ ഡിഗ്രി അല്ലെങ്കിൽ എംകോമിന്റെ കൂടെ അല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് HDC പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കടന്നു വരാൻ വേണ്ടി പറ്റിയ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ആണ് ഞാൻ ഈ മേഖലയിൽ കടന്നു വന്നത് എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. കൂടാതെ മറ്റെവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ പറയാവുന്നതാണ്. അതായത് എനിക്ക് മികച്ച കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് എന്നും ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ അടിസ്ഥാന അറിവുണ്ട് എന്നും വേഗത്തിൽ ടൈപ്പ് ചെയ്യുവാനും ഫയലുകൾ കൃത്യമായി സൂക്ഷിക്കുവാനും കഴിവുണ്ട് എന്നും കാര്യക്ഷമതയോടുകൂടിയും കൃത്യനിഷ്ഠതയോടെയും ജോലി ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നും പറയാം. ഇമെയിലുകൾ കൈകാര്യം ചെയ്യുവാനും അതുകൂടാതെ പുതിയ സോഫ്റ്റ്വെയറുകൾ പെട്ടെന്ന് പഠിച്ചെടുക്കുവാനും എനിക്ക് സാധിക്കും. അതുമാത്രമല്ല അക്കൗണ്ടന്റായി പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കുകളിൽ താൽക്കാലികമായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറയാം. നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട് എന്നും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ട് എന്നും ഇവിടെ പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞ് അധികമായി ജോലി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ? പല ബാങ്കുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാങ്കിങ് അവേഴ്സ് കഴിഞ്ഞ് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത്.
നമുക്ക് ഓവർഡ്യൂ കളക്ഷന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയും പലപ്പോഴും ചില സമയങ്ങളിൽ നമുക്ക് അധിക സമയം ഇരുന്ന് വർക്ക് ചെയ്യേണ്ടതായി വരാം. ഇത് കോപ്പറേറ്റീവ് മേഖലയിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ മേഖലയിലും ഈ ഒരു കാര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ കുറച്ചധികം സമയം നമ്മൾ വർക്ക് ചെയ്യേണ്ടതായി വരാം. അത് തിരക്കനുസരിച്ച് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്ന രീതിയിൽ തന്നെ പറയണം. ചില ബാങ്കുകൾ ജനുവരി ടു മാർച്ച് വരെ കുറച്ചധികം സമയം ഓവർഡ്യൂ കളക്ഷന് വേണ്ടി ഇറങ്ങേണ്ടതായി വരാം. ചില ബാങ്കുകളിൽ ചിലപ്പോൾ സെപ്റ്റംബർ മുതൽ തന്നെ ഓവർഡ്യൂ കളക്ഷന് വേണ്ടി ഇറങ്ങാറുണ്ട്. അത് ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ കണ്ടാൽ തന്നെ ഏത് സ്ഥിതിയിലാണ് ബാങ്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പം സാധിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ക്യാമൽ സൈറ്റ് എങ്ങനെ തുറക്കാം എന്നുള്ള കാര്യം പറഞ്ഞത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജോലി സ്ഥലത്തെ രഹസ്യ സ്വഭാവം പാലിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ബാങ്ക് നമ്മളുടെ KCS ആക്ടിൽ തന്നെയുള്ള ഒരു റൂളിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ കൈവശം വന്നു ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഔദ്യോഗിക രേഖകളോ അറിവുകളോ നേരിട്ടോ അല്ലാതെയോ കൈമാറാൻ വേണ്ടി പാടില്ല എന്നും, അഥവാ അപ്രകാരമുള്ള കൃത്യനിർവഹണത്തിനിടയിൽ ഔദ്യോഗിക മാർഗങ്ങളിലൂടെയോ മറ്റു തരത്തിലോ ലഭിച്ചിട്ടുള്ളതോ തയ്യാറാക്കിയിട്ടുള്ളതോ ആയ കാര്യങ്ങൾ വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകാൻ വേണ്ടി പാടില്ല എന്നാണ് നമ്മൾ 193ൽ പഠിച്ചത്. ഇതുപോലെ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഇവിടുത്തെ ഒഫീഷ്യലോ അൺഒഫീഷ്യലോ ആയ ഒരു ഇൻഫർമേഷനും പുറത്തു പോകില്ല എന്ന ഉറപ്പ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾക്ക് ഒരു ദിവസം പൂർത്തിയാക്കാൻ പറ്റാത്ത ജോലികൾ ലഭിച്ചാൽ എന്തു ചെയ്യും? അതായത് ജോലിയുടെ മുൻഗണന അനുസരിച്ച് ലിസ്റ്റ് ചെയ്യുമെന്നും പ്രധാനപ്പെട്ടവ ആദ്യം ചെയ്യുമെന്നും ബാക്കിയുള്ളവയെക്കുറിച്ച് സൂപ്പർവൈസറുമായി സംസാരിച്ച് സമയം നീട്ടി ചോദിക്കുമെന്നും പറയുക. നിങ്ങൾക്ക് മറ്റു കാരണങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്തുകൊണ്ട് നിങ്ങൾ കോപ്പറേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു? ഇതിന് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആദ്യമായിട്ട് പറയാവുന്നത്, സാമൂഹിക ലക്ഷ്യവും കൂടാതെ പ്രാദേശിക വികസനവും സാധ്യമാകും. അതായത് ലാഭത്തിനപ്പുറം സേവനം കൊടുക്കുക എന്നതാണ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ വാണിജ്യ ബാങ്കുകൾ പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. സഹകരണ ബാങ്കുകൾ ചെയ്യുന്നത് അംഗങ്ങളുടെ സാമ്പത്തിക ഉന്നമനവും പ്രാദേശിക സമൂഹത്തിന്റെ വികസനവുമാണ്. ഈ സാമൂഹിക പ്രതിബദ്ധത എന്നെ ആകർഷിക്കുന്നു. കൂടാതെ ഞാൻ ജോലി ചെയ്യുന്ന പ്രദേശത്ത് സാധാരണക്കാരുമായും കർഷകരുമായും ചെറുകിട വ്യവസായികളുമായും നേരിട്ട് ഇടപഴകാൻ എനിക്ക് സാധിക്കും. അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം നാടൻ വളർച്ചയിലും ഒരു പങ്കാളിയാകാൻ കഴിയുന്നത് വലിയ സംതൃപ്തി നൽകും. രണ്ടാമതായിട്ട് വേണമെങ്കിൽ പറയാം, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഓരോ തത്വങ്ങൾ ഉണ്ട്. അതുപോലെ കോപ്പറേറ്റീവ് മേഖലയിൽ എന്നെ ആകർഷിച്ച ഒന്നാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് ജനാധിപത്യപരമായ പ്രവർത്തനം എന്ന് വെച്ചാൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന സഹകരണ തത്വം വളരെ മികച്ചതാണ്. ഇത്തരത്തിലുള്ള സ്വീകാര്യതയും ജനാധിപത്യപരമായ പ്രവർത്തന ശൈലിയിലും എനിക്ക് വിശ്വാസമുണ്ട്. ഈ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിൽ കടന്നു വരാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ ഒരു കാര്യവും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുകൂടാതെ കോപ്പറേറ്റീവ് മേഖലയുടെ നിയമങ്ങളെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും എനിക്ക് വ്യക്തമായ അറിവുണ്ട് എന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടം ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ മേഖലയിൽ കടന്നു വരാൻ വേണ്ടി തീരുമാനിച്ചത് എന്നും പറയാം. സാധാരണക്കാർക്ക് വേഗത്തിൽ വായ്പകൾ ലഭിക്കുന്നതിനും സഹായങ്ങൾ എത്തിക്കുന്നതിനും സഹകരണ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കൂടുതൽ അർത്ഥവത്തായ ഒരു ജോലിയായി ഞാൻ കാണുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വളരെയധികം സ്വാധീനമുണ്ട്. അതായത് കേരളത്തിലെ
കാർഷിക വായ്പകൾ നൽകുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിലും സഹകരണ ബാങ്കുകൾക്ക് വലിയ പങ്കുണ്ട്. രാജ്യത്തെ മൊത്തം വായ്പാ വിതരണത്തിൽ ഈ മേഖലയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. സഹകരണ മേഖലയിൽ ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു സാധാരണ തൊഴിൽ എന്നതിനുപരി വലിയ സാമൂഹിക ഉത്തരവാദിത്വം ഉള്ള മേഖലയായതുകൊണ്ട് ഇതെനിക്ക് വൈവിധ്യമാർന്ന തൊഴിൽ പരിചയം നേടുവാനും ഒപ്പം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ വ്യക്തിപരമായ സംതൃപ്തി നേടാനും അവസരം നൽകുന്നു. അതുപോലെ കോർപ്പറേറ്റ് മേഖലയുടെ വളർച്ചാ സാധ്യതകൾ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓരോരുത്തർക്കും അനുയോജ്യമായ കാരണങ്ങൾ നോക്കി പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു കസ്റ്റമർ വന്നാൽ ആദ്യം എന്തു ചെയ്യും? നമ്മൾ എന്താണ് ഇതിന് ഉത്തരമായി പറയേണ്ടത്? അതായത് സന്ദർഭത്തിനനുസരിച്ച് ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഗുഡ് ഈവനിങ് സർ ഓർ മാഡം എന്ന് പറയാം. പല ബാങ്കിലും ഇങ്ങനെ പറയാൻ പോലും സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല. കാരണം അത്രയും കസ്റ്റമർ അവിടെ ഉണ്ടാകും, അത്രയും തിരക്ക് അവിടെ ഉണ്ടാകും. നമ്മൾ നോർമലി ചിരിച്ചുകൊണ്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് പതിവ്. പക്ഷേ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ ഉത്തരം പറയുമ്പോൾ ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഗുഡ് ഈവനിങ് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം കസ്റ്റമറിനോട് ഇരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം സാറിന് അല്ലെങ്കിൽ മാഡത്തിനു എന്താ വേണ്ടത് എന്ന് ചോദിക്കും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു കസ്റ്റമർ ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഡീൽ ചെയ്യും? അതായത് ഉപഭോക്താവ് ദേഷ്യപ്പെട്ടാലും നിങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടി പാടില്ല. അവർ പറയുന്ന കാര്യം ക്ഷമയോടെ കേൾക്കുക. അവർക്ക് എന്താണ് പ്രശ്നം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയിച്ചുള്ള ആംഗ്യങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ ഉപയോഗിക്കുക. പ്രശ്നം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ക്ഷമ ചോദിക്കുക. അവരുടെ പ്രശ്നത്തിന് സാധ്യമായ ഒരു പരിഹാരം നിങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നതല്ലെങ്കിൽ അത് മാനേജറെ അറിയിക്കുക. എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്തുകൊണ്ടാണ് നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത്? നിലവിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. അതായത് എൻ്റെ കഴിവുകൾ കൂടുതൽ വികസിപ്പിക്കുവാനും കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള ഒരു അവസരമായി ഞാൻ ഈ ജോലിയെ കാണുന്നു. ഈ പുതിയ അവസരം എനിക്ക് അതിനെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പ്രൊമോഷൻ സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ഇവിടെ അവസരങ്ങൾ ഒരുപാട് ഉണ്ട്. എൻ്റെ കരിയറുമായി എൻ്റെ ലക്ഷ്യങ്ങളുമായി വളരെയധികം പൊരുത്തപ്പെടുന്നുണ്ട്. ഈ പുതിയ പദവി എൻ്റെ ദീർഘകാല കരിയർ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായതിനാൽ ഞാൻ ഇതിലേക്ക് മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എൻ്റെ നിലവിലെ കമ്പനിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എൻ്റെ നിലവിലെ റോൾ വളരെ പരിമിതമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തെറ്റുകൾ വന്നാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവുണ്ടോ എന്നതാണ്. നിങ്ങൾ പറയേണ്ടത് എനിക്ക് പ്രോപ്പറായി ട്രെയിനിങ്ങും നിർദ്ദേശങ്ങളും ഒക്കെ തന്നു കഴിഞ്ഞാൽ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി എനിക്ക് സാധിക്കും എന്നതാണ്. കൂടാതെ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ വരുന്നത് വളരെ കുറവായിരിക്കും എന്ന് പറയാം. നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ജോലിയിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യും? അതായത് ആദ്യമായി സംഭവിച്ച വീഴ്ച എന്താണെന്ന് ഞാൻ സ്വകാര്യമായി അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ആശയവിനിമയത്തിലെ പിശകുകളും അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും ആകാം. അത് പരിഹരിക്കാൻ ഞാൻ അവരെ സഹായിക്കുകയും ചെയ്യും. എന്നാൽ പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ച് ആയിരിക്കും ഞാൻ പ്രതികരിക്കുക. അതൊരു ചെറിയ പിഴവാണെങ്കിൽ ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ അവർക്ക് ആവശ്യമായ സഹായം നൽകും. എന്നാൽ അതൊരു വലിയ നഷ്ടമോ നിയമപരമായ പ്രശ്നമോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രശസ്തിയെ ബാധിക്കുന്ന ഒന്നോ ആണെങ്കിൽ ഞാൻ ഉടൻ തന്നെ മാനേജറെ അറിയിക്കും. കാരണം സ്ഥാപനത്തിന്റെ സുരക്ഷയും കൃത്യതയുമാണ് ഏറ്റവും പ്രധാനം.
നിങ്ങളുടെ മനസ്സിൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഏതെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് പിന്നീടുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ, അതായത് ചിത്രം വരയ്ക്കുവാനോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതുവാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കഴിവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ആ കഴിവുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ബാങ്കിന് വേണ്ടി പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അതായത് ബാങ്കിന് വേണ്ടി ആർട്ടിക്കിൾ എഴുതുവാനും അല്ലെങ്കിൽ ബാങ്കിന്റെ ഏതെങ്കിലും രീതിയിൽ ബാങ്കിന്റെ ഏതെങ്കിലും ആവശ്യത്തിന് പോസ്റ്ററുകൾ അല്ലെങ്കിൽ മറ്റ് ഫോട്ടോഷോപ്പ് വർക്കുകൾ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ലോഗോ ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ കഴിവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു പണക്കാരൻ വന്നാൽ പ്രയോറിറ്റി കൊടുക്കുമോ? നമ്മൾ ഒരു ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് പണക്കാരനാണോ അല്ലെങ്കിൽ പാവപ്പെട്ടവനാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പറ്റില്ല. അവരെ പരിചയപ്പെട്ട് അവരുടെ ഇടപാടുകൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് മാത്രമേ അവർ എങ്ങനെയുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. ഇത്തരം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം എന്ന് പറയുന്നത് തിരക്കുള്ള സമയങ്ങളിലാണ് ഇത്തരം ആളുകൾ വരുന്നത് എങ്കിൽ അവർ വന്നാലും നേരെ മാനേജറുടെ ക്യാബിനിലേക്കാണ് പോകുന്നത്. കാരണം അത്രയും തിരക്കുള്ള സമയങ്ങളിൽ ഒരിക്കലും നമ്മുടെ മുമ്പിൽ വന്ന് ഇടപാട് ചെയ്യാൻ വേണ്ടി ഒരിക്കലും പണക്കാരായ ആളുകൾ നിൽക്കാറില്ല. നമ്മൾ എല്ലാ കസ്റ്റമറെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്തരം ആളുകളെ പിണക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ തിരക്കുള്ള സമയത്താണ് വന്നത് എങ്കിൽ അവർ നേരെ മാനേജറുടെ അടുത്തേക്ക് പോയിക്കോളും. അല്ലാത്ത സമയത്താണ് എങ്കിൽ നമ്മുടെ കൗണ്ടർ തന്നെ വരികയും ചെയ്യും. ഈ രീതിയിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ചില ബാങ്കുകളിൽ നമുക്ക് ബാങ്കിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തരാം. അതിനുശേഷം ബാങ്ക് നമ്മളോട് ചോദിക്കും ബാങ്കിന്റെ വീക്ക്നെസ് എന്താണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് നോക്കി നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾ ക്യാമിസ് സൈറ്റ് നോക്കി ഓരോ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓരോ സൊസൈറ്റിയിലെയും ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഇന്റർവ്യൂവിന് പോകുന്നത് എങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും, അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആരംഭം എവിടെ നിന്നാണ്, ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരം വിശദമായി തന്നെ ബാങ്കിങ് പാർട്ട് എടുക്കുമ്പോൾ അതിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ പ്രാഥമിക കാർഷിക വികസന ബാങ്കിലാണ് ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ പ്രാഥമിക കാർഷിക വികസന ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും, അതായത് എത്ര പ്രാഥമിക കാർഷിക ബാങ്കുകളുണ്ട് അല്ലെങ്കിൽ പ്രാഥമിക കാർഷിക ബാങ്ക് എങ്ങനെയാണ് രൂപീകരിച്ചത്, എവിടെയാണ് രൂപീകരിച്ചത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അതുപോലെ എംപ്ലോയീസ് സൊസൈറ്റി ഒരുപാട് വിധം ഉണ്ട്. നിങ്ങൾ എംപ്ലോയീസ് സൊസൈറ്റിയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓരോ എംപ്ലോയീസ് സൊസൈറ്റിയും വ്യത്യസ്തമായ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു പോലീസ് സൊസൈറ്റിയിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അതായത് ഇപ്പോൾ പോലീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, പോലീസിനെ കുറിച്ച് ഓർക്കാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാം. ഒരു തവണ ഒരു പോലീസ് സൊസൈറ്റിയിൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ അന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. അതായത് ആ സമയത്ത് ഒരു ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആയിരുന്നു അത്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് ആ കുട്ടിയെ സുരക്ഷിതമായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ടുകിട്ടി. അത് പോലീസിന്റെ പരാജയമാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അത് പോലീസിന്റെ പരാജയം തന്നെയാണ്. കാരണം ആ കുട്ടിയെ നാട്ടുകാരാണ് ഒരു ഗ്രൗണ്ടിന് സമീപം കണ്ടപ്പോൾ അത് പോലീസിനെ അറിയിച്ചത്. തട്ടിക്കൊണ്ടുപോയ വ്യക്തി ഒരു ഗ്രൗണ്ടിലാണ് ആ കുട്ടിയെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അവിടെ ഉപേക്ഷിച്ചത്. കാരണം അത്രയും ശക്തമായ ചെക്കിങ് ഉണ്ടായിട്ട് കൂടിയും പോലീസിനെ കബളിപ്പിച്ച് അവിടെ ആ കുട്ടിയെ
ഉപേക്ഷിക്കുകയും നാട്ടുകാർ ആ കുട്ടിയെ കണ്ടെത്തി പോലീസിനെ അറിയിക്കുകയും ചെയ്തപ്പോൾ കുട്ടിയെ കണ്ടുപിടിക്കാത്തത് പോലീസിന്റെ പൂർണ്ണ പരാജയമാണ് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ നെഗറ്റീവായിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ അഭിപ്രായം ഈ രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വളരെ കുറച്ച് മാർക്ക് മാത്രമേ തരികയുള്ളൂ എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ഉണ്ടായില്ല. എനിക്ക് നല്ല മാർക്ക് തന്നെ അവിടുത്തെ ഇന്റർവ്യൂവിന് ലഭിച്ചിരുന്നു. അവിടേക്ക് എന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി വിളിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ നാട്ടിൽ എനിക്ക് ജോലി കിട്ടിയതിനാൽ എനിക്ക് അവിടെ പോകാൻ വേണ്ടി സാധിച്ചില്ല. ഒരു പോലീസ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ആരാണ് നിലവിലെ DGP, ആരാണ് നിലവിലെ ആ ജില്ലയിലെ SP, അതുപോലെ നിങ്ങൾ വേറെ ജില്ലയിലെ പോലീസ് സൊസൈറ്റിയിലാണ് ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ ആ ജില്ലയിലെ നിലവിലെ SP ആരാണ് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാം. അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പത്രവാർത്തകളിൽ ഉള്ള പോലീസുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും നിങ്ങളോട് ഇത്തരം സൊസൈറ്റികളിൽ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിക്കാം എന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് മേലെ പറഞ്ഞത്. നമുക്ക് ചുറ്റും നടക്കുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇന്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ ഓരോ എംപ്ലോയീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അതാത് എംപ്ലോയീസ് സൊസൈറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. BSNL എംപ്ലോയീസ് സൊസൈറ്റി ആണെങ്കിൽ BSNLുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് സൊസൈറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട സൊസൈറ്റി ആണ് എന്ന് നോക്കിയിട്ട് ആ മേഖലയുമായി നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് മാത്രമേ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ ഹൗസിംഗ് സൊസൈറ്റികളുടെ ഇന്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾ ഹൗസിംഗുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ടൂറിസം സൊസൈറ്റികളിലാണ് ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട സൊസൈറ്റിയിലാണ് ഇന്റർവ്യൂവിന് പോകുന്നത് എന്ന് നോക്കി അതുമായി ബന്ധപ്പെട്ട പരമാവധി ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി സൊസൈറ്റിയിൽ ആണ് ഇന്റർവ്യൂവിന് പോകുന്നത് എങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അതുപോലെ പ്രാഥമിക കാർഷിക വികസന ബാങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കാർഷിക വികസന ബാങ്കുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ചില സമയങ്ങളിൽ ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ നിങ്ങളോട് ചില തെറ്റായ ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യം ചോദിച്ച് നമ്മൾ ഉത്തരം പറയുമ്പോൾ അത് തെറ്റാണെന്ന് നമ്മളോട് പറയാം. ആ രീതിയിൽ ചിലപ്പോൾ നിങ്ങളോട് തർക്കിക്കാം. നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ പറഞ്ഞ ഉത്തരം പൂർണ്ണമായും ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എതിർക്കാവുന്നതാണ്. നിങ്ങൾ അവിടെ എതിർക്കാതെ അവർ പറയുന്ന ഉത്തരം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ നാളെ ഒരു കസ്റ്റമർ വന്ന് നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് എങ്കിൽ കൂടിയും നിങ്ങൾ എതിർക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവായ ഒരു സമീപനമാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ശരി എന്ന് തോന്നുന്ന ഏത് ഉത്തരവും ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ എതിർക്കാവുന്നതാണ്. ഇന്റർവ്യൂ നടത്തുന്നവരെ ശ്രദ്ധയോടെ കേൾക്കുക. ബാങ്കിനെ കുറിച്ച് മാക്സിമം കാര്യങ്ങൾ പഠിക്കുക. ബാങ്കിന്റെ ദൗത്യം, ലക്ഷ്യങ്ങൾ, പ്രവർത്തനം എന്നിവയെക്കുറിച്ച് ഏതെങ്കിലും ന്യൂസിലോ അല്ലെങ്കിൽ മാഗസിനിലോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ കണ്ടിരുന്നു എന്നും അവിടെ പറയാവുന്നതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവിടെയുള്ള ആളുകൾക്ക് എളുപ്പം മനസ്സിലാകും. നിങ്ങളുടെ താല്പര്യം അവർക്ക് മുമ്പിൽ വ്യക്തമായി അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതുപോലെ ബാങ്കിന്റെ ഇൻഫർമേഷൻ ഒക്കെ ക്യാമിസ് സൈറ്റ് നോക്കി ബാങ്ക് എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത് അല്ലെങ്കിൽ എന്നാണ് രൂപീകരിച്ചത് ആ ദിവസമൊക്കെ ഓർത്തു വെച്ച് നിങ്ങൾ, അഥവാ ആ ദിവസമാണ് ആ ബാങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നത് എങ്കിൽ ഇന്നാണ് ബാങ്ക് രൂപീകരിച്ച ദിവസം അല്ലെങ്കിൽ നാളെയാണ് ബാങ്ക് രൂപീകരിച്ച ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാങ്കിനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ടാണ് വന്നത് എന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലാവും. കൂടാതെ അവർ ഇത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യും. നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്യാമ്പസ് സൈറ്റ് നോക്കേണ്ടതാണ് എന്ന് പറയുന്നത്. നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വീട്ടിൽ കണ്ണാടിക്ക് മുമ്പിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സുഹൃത്തുമായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ബാങ്കിന്റെ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം കൃത്യമായി
ഓർക്കുകയും അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടില്ല എന്നും ഉറപ്പുവരുത്തുക. നിങ്ങൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സത്യസന്ധത ഉള്ളതായിരിക്കണം. ആവശ്യമായ എല്ലാ രേഖകളുടെയും ഒറിജിനലും അതിന്റെ പകർപ്പും എടുത്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക. ആദ്യത്തെ 1-2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേടിയും ടെൻഷനും ഓട്ടോമാറ്റിക്കായി മാറും. ഇന്റർവ്യൂവിന് സമയത്ത് എത്തുക. അമിതമായ മേക്കപ്പ്, ആഭരണങ്ങൾ എന്നിവ കഴിവതും ഒഴിവാക്കുക. ലളിതവും മാന്യവുമായ വേഷമാണ് അഭികാമ്യം. അതുപോലെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. നിങ്ങളുടെ നടത്തത്തിലും ഇരിപ്പിലും ഒരു പ്രൊഫഷണൽ മനോഭാവം നിലനിർത്തുക. സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് നോക്കുക. അനാവശ്യമായി കൈകൾ കൊണ്ടോ കണ്ണുകൾ കൊണ്ടോ ആംഗ്യഭാഷ ഉപയോഗിക്കാതിരിക്കുക. വ്യക്തമായതും നല്ല രീതിയിൽ ഉള്ളതുമായ ഭാഷ പ്രയോഗിക്കുക. അവർ ചോദിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ചോദ്യം പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം മാത്രം മറുപടി നൽകുക. ചോദ്യം മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് അവരോട് ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാൻ വേണ്ടി പറയാവുന്നതാണ്. നിങ്ങൾക്ക് ആ ചോദ്യത്തിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതുതന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം നന്ദി പറയുക. ഇന്റർവ്യൂവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഇന്റർവ്യൂവിൽ എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു എന്ന് വിലയിരുത്തുക. അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അടുത്ത ഇന്റർവ്യൂവിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റുകൾ വന്നത് ഇനി ആവർത്തിക്കാതെയും കൂടാതെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയും അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടി മാക്സിമം പ്രാക്ടീസ് ചെയ്യുക.